ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ലൈറ്റിംഗ് ടെക്നോളജികളെ പറ്റിയും ഓരോ ടെക്നോളജിയുടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ ചെറിയ കണ്ടന്റ് പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ ഉപകാരപ്പെട്ടേക്കാം. ഇനി നമ്മുടെ ഈ ലൈറ്റിംഗ് ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ 1970-കളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് തന്നെയായിരുന്നു. അത്ര ഫേമസ് ആയതും അതുപോലെ ഏത് ആൾക്കും എന്താ പറയുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഒരു ലൈറ്റിംഗ് ടെക്നോളജി തന്നെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ട്യൂബ് ലൈറ്റ് ഒക്കെ ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ഇവിടെ ഒന്നും അത്രയും വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫിലമെന്റ് ലാമ്പ് അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 25 വാട്ട്, 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട്. പിന്നെ ഉള്ളത് 150 വാട്ടിൻ്റെ അതുപോലെ 200 വാട്ട്സിൻ്റെ 1000 വാട്ട്സിൻ്റെ ഒക്കെ ഇൻകാൻഡസെന്റ് ലാമ്പുകളാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നാടകവേദികൾ, അതുപോലെ തന്നെ ലാർജ് ഏരിയയിൽ ലൈറ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ, പണ്ടത്തെ സ്റ്റേഡിയങ്ങൾ, ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഞാനൊക്കെ 90-കൾ ആ ഒരു സമയത്തെ ജനറേഷൻ കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഇൻകാൻഡസെന്റ് ലാമ്പ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് ഉള്ള ഇൻകാൻഡസെന്റ് ലാമ്പും, രണ്ടാമത്തെ മിൽക്കി ലാമ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് മിൽക്കി ലാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അകത്ത് കുറച്ച് കോട്ടിംഗ് ഉള്ള, ഒരു വെള്ള കോട്ടിംഗ് ഉള്ള ഇതുപോലുള്ള ഒരു ലാമ്പ്. അപ്പോൾ ഈ ഒരു ലാമ്പിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ നമുക്കത് റൂമിലിട്ട് കഴിയുവാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഷാഡോസ് ഒന്നും പറ്റില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനമുറിയിലും റീഡിംഗ് ടേബിളിനകത്തൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തു വന്നു ഈ ടൈപ്പ് മിൽക്കി ലാമ്പുകൾ. അല്ലെങ്കിൽ ഇതിനെ ടെക്നിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഫ്രോസ്റ്റഡ് ലാമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ലാമ്പുകൾ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കണ്ണിന് ഒരു അല്പം ആയാസം കുറവായിരിക്കും. അതുപോലെ നമുക്ക് റൈറ്റിംഗ് സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ കണ്ടമാനം ഷാഡോസ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ വളരെ നല്ല ലൈറ്റിംഗ് ആയിരുന്നു അന്നത്തെ ആ ഒരു മിൽക്കി ലാമ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിത് സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റുഡിയോയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു വെള്ള കുട വെച്ച് നമ്മൾ ലൈറ്റിനെ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ ആ ഡിഫ്യൂസ് ചെയ്യുന്നത് വഴി എന്താണ്, ഷാർപ്പായിട്ടുള്ള ഷാഡോ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മളൊരു 70-80 കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫിലമെന്റ് ലാമ്പിൻ്റെ കൂടെ തന്നെ മെറ്റൽ ഹാലൈഡ് ലാമ്പുകൾ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓമനപ്പേരി അറിയപ്പെടുന്നതാണ് ഹാൽജൻ ബൾബുകൾ. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിനെക്കാട്ടിലും കൂടുതൽ പ്രകാശം അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ആയുസും കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഇനേർട്ട് ഗ്യാസസ് നിറച്ചിട്ടുണ്ടായിരിക്കാം, പിന്നെ ഹാൽജൻ ഗ്രൂപ്പിൻ്റെ കുറച്ച് കോമ്പൗണ്ടുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിലമെന്റ് ഗ്ലോ ആയാലും അതിൽ നിന്നുള്ള ആറ്റംസ് ഇത് തണുത്ത് കഴിയുമ്പോൾ തിരിച്ച് ആ ഫിലമെന്റിൽ തന്നെ വന്ന് പതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആയുസ് വളരെ കൂടുതലാണ്. പണ്ടത്തൊക്കെ എമർജൻസി ഓർക്കുന്നുണ്ട് ഇതുപോലത്തെ ഉള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വലിയ ബാറ്ററി ഒക്കെ വെച്ച് നല്ല വെളിച്ചമുള്ള എമർജൻസി ബൾബുകൾ, അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, ടോർച്ചുകൾ, ഹാൽജൻ ബൾബ് ഉപയോഗിച്ചിട്ടുള്ള, അതൊക്കെ നല്ല പ്രകാശമാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ഒരു കാലഘട്ടമാണ് 70-80-കളൊക്കെ. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ വീടിൻ്റെ ഏറ്റവും മുകളിൽ വളരെ പ്രൗഢിയായിട്ട് ഒരു സിംഹത്തിൻ്റെ സ്ഥാനത്തോടെ രാജകീയമായിട്ട് അലങ്കരിച്ച ഒരു ബൾബ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ സാക്ഷാൽ മെർക്കുറി ബൾബ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകം ഒരു എന്താ പറയുക ചട്ടക്കൂടുകളും അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക ചോക്കും സ്റ്റാർട്ടറും കപ്പാസിറ്ററും ഒക്കെ വെച്ചിട്ടുള്ള അതൊരു വേറെ ലെവൽ തന്നെയാണ്. അതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കൂടി നമുക്കുണ്ടായിരുന്നു. പിന്നെ റോഡുകളിൽ കാണുന്ന വിവിധ തരത്തിലുള്ള ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബുകൾ, സോഡിയം വേപ്പർ ലാമ്പ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ലൈറ്റിംഗ് ടെക്നോളജികളൊക്കെ ഒരു 70-80 കാലഘട്ടത്തിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നീട് ഒരു 80-90-കൾ ആ ഒരു കാലഘട്ടമൊക്കെ എത്തിയപ്പോഴേക്കും ഫ്ലൂറസെന്റ് ലാമ്പുകൾ അഥവാ ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ ഒരു എന്താ പറയുന്നത് ജസ്റ്റ് ഒരു കടന്നുകയറ്റം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വീടുകളിൽ ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതൊരു ആഠ്യത്വത്തിൻ്റെ സിമ്പലായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ആ ഒരു മിന്നി കത്തി അവസാനം പൂർണ്ണ തോതിൽ കത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ട്യൂബ് ലൈറ്റിൻ്റെ 2 അറ്റവും ഓറഞ്ച് നിറത്തിൽ കത്തി വന്ന് അത് ഫുള്ളായിട്ട് ഗ്ലോ ചെയ്യുന്ന ഒരു സമയം, സ്റ്റാർട്ടറിൻ്റെ ആ കടകട എന്നുള്ള ശബ്ദം, പണ്ടത്തെ ഹെവി ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോമർ പോലെ ഇരിക്കുന്ന ആ ഒരു ചോക്ക്, ഇതെല്ലാം നമുക്കൊരു നൊസ്റ്റാൾജിക് ഓർമ്മയാണെന്ന്. അപ്പോൾ ഈ ഒരു ട്യൂബ് ലൈറ്റ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി നല്ല രീതിയിൽ ഒരു ഹൈ വോൾട്ടേജ് കിക്ക് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ചോക്കും സ്റ്റാർട്ടറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള സർക്യൂട്ടാണ് അന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സ്റ്റാർട്ടറിൻ്റെ അകത്തെ 2 ഇലക്ട്രോഡുകൾ, അതിലൊന്ന് നമുക്ക് ഈ പറയുന്ന തെർമോസ്റ്റാറ്റിക് സ്വിച്ച് പോലത്തെ ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നോർമലി അകന്നിരിക്കും. അപ്പോൾ ഈ അകന്നിരിക്കുന്ന സമയത്ത് ഇതിനകത്തെ ഗ്യാസ് നമ്മൾ എനർജി, അതായത് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ ഗ്യാസ് സയനൈസ് ചെയ്യുകയും അത് ചൂടായി വന്നിട്ട് അടുത്തുള്ള ഇലക്ട്രോഡെ വന്ന് ടച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമല്ലോ, അപ്പോൾ ഇത് റിലീസ് ചെയ്യും. ഇങ്ങനെ ഓരോ തവണ ടച്ച് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിയിൽ ഉണ്ടാകുന്ന ഒരു കിക്ക് മൂലം നമ്മുടെ ഈ
ട്യൂബിൻ്റെ അകത്തേക്ക് ഹൈ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യും. അത് വളരെ ക്ഷണനേരത്തേക്ക് മാത്രമേ ഇഞ്ചെക്ട് ചെയ്യത്തുള്ളൂ, ഏതാനും മില്ലി സെക്കൻഡുകൾ മാത്രം. അപ്പോൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഹൈ വോൾട്ടേജ് കൊണ്ട് ട്യൂബിനകത്തെ ഗ്യാസസ് അയണൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അയണൈസേഷൻ കാരണം ഇതിനകത്ത് മെർക്കുറി ആറ്റംസിൽ നിന്ന് ഈ പറയുന്ന ലൈറ്റ് എനർജി അത് അൾട്രാവയലറ്റിൻ്റെ ഫോമിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഈ അൾട്രാവയലറ്റിൻ്റെ റേഞ്ചിലുള്ള ഫോട്ടോൺസ് ലിബറേറ്റ് ചെയ്യും. അത് ഈ ഫ്ലൂറസെൻ്റ് കോട്ടിങ് തട്ടിയിട്ട് വെള്ളപ്രകാശമായിട്ട് നമുക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കിംഗ്. ഇനി നമ്മൾ ഈ മെർക്കുറിക്ക് പകരം നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുന്നെങ്കിൽ അത് നീല കളറിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ അതിന് പകരം ക്ലോറിനോ യൂസ് ചെയ്യുന്നെങ്കിൽ പച്ച കളറിൽ കത്തും. അപ്പോൾ നിയോൺ ആണെങ്കിൽ ഓറഞ്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാസസിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതേ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള കളർ കിട്ടും. ഈ നിയോണിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കുറച്ച് നൈട്രജനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ഈ ഗ്യാസസിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള കളറുള്ള പല ട്യൂബ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പുകളിലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കിത് നോക്കി നിന്ന് പോകും. ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെ. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ വരുന്നത്. പിന്നീട് 1990കളുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇലക്ട്രിക് ചോക്കിനോട് വിട പറഞ്ഞു. ഇലക്ട്രോണിക് ചോക്കിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. നമുക്കറിയാം പണ്ടൊക്കെ ഇലക്ട്രോണിക് ചോക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മെറ്റൽ കേസിനകത്ത് ഒരു ഫ്യൂസൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെവി ഡ്യൂട്ടിയുള്ള ഒരു ഇലക്ട്രോണിക് ചോക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അത് അഴിച്ചു നോക്കി കപ്പാസിറ്ററൊക്കെ ഊരിയെടുത്ത കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ചോക്കിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സർക്യൂട്ട് എല്ലാം അതിലുണ്ട്. ഒരു ചെറിയൊരു ഇൻവെർട്ടർ ബോർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പിന്നെ ഇലക്ട്രിക് ചോക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് വളരെ കുറഞ്ഞ ഒരു സമയത്ത് ഇലക്ട്രിക് ചോക്ക് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ റേഡിയോ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ടക്ക് 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 എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ ഇലക്ട്രോണിക് ചോക്ക് വന്നതോടുകൂടി ആ ഒരു പ്രോബ്ലം ഒഴിവായി. എത്ര കുറഞ്ഞ വോൾട്ടേജിലും നമുക്കറിയാം ഒരു 60 വോൾട്ട് തുടങ്ങി ഒരു 250 റേഞ്ചിലുള്ള വോൾട്ടേജ് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇലക്ട്രോണിക് ചോക്ക് വർക്ക് ചെയ്യും. പിന്നെ ഇലക്ട്രിക് ചോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് നല്ല അതിശക്തനാണ്. അത്യാവശ്യം ഇടിമിന്നലോ സ്പൈക്കോ ഒക്കെ വന്നാലും പോകത്തില്ല. ഇലക്ട്രോണിക് ചോക്ക് ആയിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ചെറിയൊരു മിന്നൽ വന്നാൽ തന്നെ അതിൻ്റെ ട്രാൻസിസ്റ്റർ അടിച്ചു പോകും. അപ്പോൾ അതിൽ തന്നെ MJ സീരീസിലുള്ള ഒരു ട്രാൻസിസ്റ്റർ കാണും. അതായിരിക്കും മിക്കവാറും മാറ്റി വയ്ക്കുന്നത്. അത് മാറ്റി വെച്ച് കഴിയുമ്പം കത്തുമ്പോഴുള്ള ഒരു സന്തോഷം, ഇതൊക്കെ നല്ല രസമുള്ള ഒരു ഓർമ്മകൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ നമുക്ക് LED മാറിയല്ലോ. പിന്നീട് ഒരു 95-2000 ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ ട്യൂബിൻ്റെ ഒരു അനിയും കൂടി വന്നു. അതാണ് നമ്മുടെ CFL കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന് പറയുന്നത്. കാഴ്ചയിലെ ട്യൂബ്ലൈറ്റ് പോലെ ഇരിക്കുന്ന ഗ്ലാസസും എൻവലപ്പും എല്ലാം സെയിം തന്നെ, പക്ഷേ പല ഷേപ്പിലും പല ആകൃതിയിലും കയ്യിലൊതുങ്ങുന്ന രീതിയിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലൂറസെൻ്റ് ലാമ്പ്. അത് നല്ല രീതിയിൽ വിപണി കീഴടക്കി. എൻ്റെയൊക്കെ ഓർമ്മയിൽ ആദ്യത്തെ CFL ഞാൻ കാണുന്നത് തന്നെ ഒരു എക്സിബിഷൻ പോയ സമയത്താണ്. അന്ന് അത് 2-3 ഒക്കെ മേടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധാരണ ബൾബ് മാറ്റി അതിട്ടിട്ട് പ്രകാശിച്ചപ്പം സാധാരണ ബൾബിനെ നോക്കി പുച്ഛഭാവത്തോടെ നോക്കി നിൽക്കുന്ന CFL കണ്ടു നിന്നു. അതൊക്കെ നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഓർമ്മയാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ CFL അറ്റം കറുത്തുപോയി, അതങ്ങ് ഫ്യൂസ് ആയതും അതൊക്കെ ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. പിന്നെ അത് തല്ലി പൊട്ടിച്ചതിനകത്ത് വട്ടത്തിലുള്ള സർക്യൂട്ട് എടുക്കുന്നതായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോയുള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു 2002-2003 ഒക്കെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും വൈറ്റ് LED പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള LEDയുടെ കളർ നോക്കുവാണെങ്കിൽ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. വൈറ്റ് ഒന്നും അത്ര ആയിട്ടില്ല, ബ്ലൂ ആയിട്ടില്ല. അപ്പം ആദ്യം ആയിട്ട് ബ്ലൂ LED വന്ന സമയത്ത് ഞാനത് പോയി മേടിച്ചതും അത് ഉപയോഗിച്ചിട്ട് വീടിൻ്റെ മണ്ടേ കൊണ്ടുപോയി ലൈറ്റ് കത്തിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിനുശേഷം ഈ വൈറ്റ് LED വന്ന സമയത്ത് ആദ്യത്തെ ഒരു വൈറ്റ് LEDയുടെ വില ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഏകദേശം 25 തുടങ്ങി 30 രൂപയുടെ ഇടയ്ക്കായിരുന്നു ഒരു LED വില. ബ്ലൂ LED ആണെങ്കിൽ അന്ന് ഒരു LEDക്ക് ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ 7-8 രൂപയായിരുന്നു. ഇന്നിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വന്നതിന് ശേഷം വൈറ്റ് LED ബൾബുകൾ വളരെയധികം വ്യാപകമാകാൻ പതുക്കെ തുടങ്ങി. അപ്പോൾ അന്ന് ഈ വൈറ്റ് LEDയുടെ ഒരു സാധാരണ ബൾബിന് ഏകദേശം ഒരു 5-6 വാട്ട്സ് കാണും അതിൻ്റെ പവർ. അതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 400 രൂപ തുടങ്ങി 500 രൂപയായിരുന്നു. അത് തൊടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഞാൻ അതിനെ കണ്ടത്. അതായത് ആ വൈറ്റ് LED മേടിക്കുന്നത് നല്ല രീതിയിലുള്ള പൈസയൊക്കെ ആയിട്ട് മേടിക്കാം, തൽക്കാലം നമുക്ക് CFL സാധാരണ ബൾബും മറ്റും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അങ്ങോട്ട് 2010 ശേഷം LED അങ്ങ് വിപ്ലവം, അതങ്ങ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയാം. അതായത് സാധാരണ ബൾബിനെ അങ്ങ് ഒതുക്കിക്കളയുന്ന രീതിയിൽ LED അങ്ങ് വളർന്നു. പിന്നെ റൂമുകളെല്ലാം പഴയ ബൾബെല്ലാം മാറ്റി LEDയിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ 2015 ആയതോടുകൂടി സാധാരണ ബൾബുകൾ കാണാൻ തന്നെ ഇല്ലാതായി.
ആകപ്പാടെ കാണുന്നത് കോഴി ഫാമിലും അല്ലെങ്കിൽ ഈ പറയുന്ന മുട്ട വിരിക്കുന്ന സ്ഥലത്തുമായി സാധാരണ ബൾബിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഈ LED വരവോടുകൂടി തന്നെ നമ്മൾ പണ്ടൊക്കെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഡൈനാമോ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഒരു റെഡ് ലൈറ്റ്, ഫ്രണ്ടിൽ ഒരു നീല ഗ്ലാസ് ഉള്ള ഒരു ലൈറ്റ്, അതിനകത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കംപ്ലീറ്റ് ലൈറ്റുകളും 12 വോൾട്ടിൻ്റെ 6 വോൾട്ടിൻ്റെ ഒക്കെ ലൈറ്റുകൾ കാണാതായി. അവിടെ എല്ലാം റീചാർജബിൾ ബാറ്ററിയോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയോ ഉള്ള ഹെഡ്ലൈറ്റുകൾ വന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മളിന്നീ കാണുന്ന വൈറ്റ് LED എന്ന് പറയുന്നത് ഒരിക്കലും പ്യുവർ വൈറ്റ് LED അല്ല, അത് ബ്ലൂ LED ആണ്. ചേട്ടാ ഞാൻ എന്താ ഈ പറയുന്നത്, എന്ത് പൊട്ടത്തരമാണ് പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ഈ ബ്ലൂ LED മുകളിൽ ഫോസ്ഫറസ് കോട്ടിങ് വെച്ചിട്ടാണ് അത് വൈറ്റ് ആക്കി മാറ്റുന്നത്. അതായത് നമ്മൾ ഈ ബ്ലൂ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ അതിന് വേവ് ലെങ്ത് വളരെ കുറവാണ്, ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം എനർജി നമ്മുടെ ഈ ബ്ലൂ LED ഈ ബ്ലൂ LED എന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഫോസ്ഫറസെ തട്ടുമ്പോഴേക്കും തീർച്ചയായിട്ടും അതൊരു ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫ്ലൂറസെൻസിന് ഒരു വൈറ്റ് കളർ ആയിരിക്കും. അതാണ് നമ്മൾ ഈ കാണുന്ന വൈറ്റ് LED ഔട്ട്പുട്ട്. വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ന് കാണുന്ന വൈറ്റ് LED എല്ലാം ഒരു അല്പം ബ്ലൂ ഹ്യൂ ഉണ്ട്. നമ്മൾ ഈ വൈറ്റ് LED ഔട്ട്പുട്ട് ഒരു പ്രസത്തിലൂടെ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ സൈഡിൽ ഒരു അല്പം എന്താ പറയുന്നത് ഒരു ഹൈപ്പ് അവിടെ നമുക്ക് കാണാൻ പറ്റും, ബാക്കിയെല്ലാം കുറച്ച് സപ്രസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് LED ഉപയോഗം കണ്ടമാനമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ, ഓർമ്മക്കുറവ്, ഉറക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ പറയുന്നത്. അത് ഞാൻ പറയുന്ന കാര്യമല്ല, അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊരു സത്യാവസ്ഥ ഞാൻ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ, നമ്മുടെ മൊബൈൽ ഫോണിലെ സ്ക്രീൻ, അത് നമ്മൾ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ട് കടന്നു പോയിക്കേ നിങ്ങളുടെ ഉറക്കം ശരിയാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എഴുന്നേക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. നമ്മൾ താമസിച്ച് അലാറം അടിച്ച് വീണ്ടും ഉറങ്ങിപ്പോവും. അപ്പോൾ രാത്രി ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ ആ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഒന്നാമത്തെ കാര്യം ഇത് അഡിക്റ്റായി, രണ്ടാമത്തെ കാര്യം ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഫോണിൽ നമ്മൾ ഈ പറയുന്ന ബ്ലൂ ലൈറ്റ് മാറ്റിയുള്ള ഫിൽറ്ററുകൾ അല്ലെങ്കിൽ നൈറ്റ് ടൈം ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാവുന്ന ചില സെറ്റപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ആ ഒരു ഹ്യൂവിൽ നിന്ന് പതുക്കെ റെഡിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എന്നാലും രാത്രി ഉറങ്ങുമ്പോൾ ഫോൺ നോക്കുന്ന ശീലം നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബ്ലൂവിൽ നിന്ന് ഈ വൈറ്റ് ആയിട്ടുണ്ട് തന്നെ അത് ഒത്തിരി പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് സൃഷ്ടിക്കുന്നുണ്ട്. ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ലോകത്തെ LED വിപ്ലവം സൃഷ്ടിക്കാൻ സഹായിച്ചത് ബ്ലൂ LED തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് 2014 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ജപ്പാനീസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഷുജി നാഗാമുറയ്ക്ക് സമ്മാനിച്ചത്. കാരണം അദ്ദേഹം ഈ ബ്ലൂ LED കൊണ്ടുവന്നില്ല എന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ വൈറ്റ് LED ഒന്നും കാണത്തില്ലായിരുന്നു. വൈറ്റായിട്ട് തന്നെ LED കത്താനുള്ള ഒരു മെത്തേഡ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലൂവിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് LED എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനകത്ത് ഒരു ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്, ഒരു മഞ്ഞ കളറിൽ നിങ്ങൾക്ക് അത് വളരെ ലൈറ്റായിട്ട് തന്നെ കാണാൻ പറ്റും. അത് മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ അതൊരു ബ്ലൂ LED ആയിരിക്കും. അപ്പോൾ 1990കളുടെ അവസാനത്തോടുകൂടിയാണ് ഈ നാഗാമുറ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ പറഞ്ഞ ബ്ലൂ LED കണ്ടുപിടിക്കുന്നതും പിന്നീട് 90കളുടെ അവസാനത്ത് അത് വളരെ ചീപ്പായിട്ട് വൈഡായിട്ട് അവൈലബിൾ ആയി തുടങ്ങിയത്. ഇനി LED എന്തുകൊണ്ട് ഇത്ര പോപ്പുലറായി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടുള്ള ആൻസർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എനർജി എഫിഷ്യൻ്റ് ആണ് അല്ലേ. അതായത് ഒരു സാധാരണ ഒരു ഫിലമെൻറ്റ് ലാമ്പ് 1 വാട്ട് ഫിലമെൻറ്റ് ലാമ്പിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 10 തൊട്ട് 15 ലൂമൻസ് ആണ്. ഇനി അതൊരു മെറ്റൽ ഹാലൈഡ് ലാമ്പ് ആണെങ്കിൽ അഥവാ ഹാൽജൻ ബൾബ് ആണെങ്കിൽ ഏകദേശം 15 തൊട്ട് 20 ലൂമൻസ് പെർ വാട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അതൊരു ഫ്ലൂറസെൻറ്റ് ലാമ്പ് ആണെങ്കിൽ ഏകദേശം ഒരു 45 തുടങ്ങി 55 ലൂമൻസ് പെർ വാട്ട്സ് ആണ് അതിന് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇതിനെല്ലാം കടത്തി വെട്ടുന്നതാണ് LED കണക്ക്. 1 വാട്ട് LED നിന്ന് നമുക്ക് പരമാവധി 80 തൊട്ട് 110 ലൂമൻസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 വാട്ടിൻ്റെ ബൾബിനെ 14 വാട്ടുള്ള ഒരു LED ബൾബ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ആ സമയം നമ്മളൊരു CFL യൂസ് ചെയ്യുന്നെങ്കിൽ 23 വാട്ടെങ്കിലും വേണം നമ്മുടെ 100 വാട്ടിൻ്റെ സാധാരണ ബൾബിന് തുല്യമായിട്ട് എത്താൻ. അപ്പോൾ ഇതൊക്കെ അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ പവറിൽ കൂടുതൽ പ്രകാശം ഔട്ട്പുട്ട് നൽകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായി. ഒരു സാധാരണ ഫിലമെൻറ്റ് ലാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15 തുടങ്ങി 30% വരെയാണ് അതിൻ്റെ എഫിഷ്യൻസി. അതായത് കൊടുക്കുന്ന എനർജിയുടെ ഭൂരിഭാഗവും ഹീറ്റായിട്ട് പോകും, ബാക്കി കുറച്ച് ഭാഗമേ നമുക്ക് ലൈറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മളൊരു ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പോ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ ഏകദേശം 40 തുടങ്ങി 60% വരെയാണ് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെയും കുറേ ലോസസ് ഒക്കെ ഉണ്ട്. അവിടെ ഈ സർക്യൂട്ട് ബോർഡ് ഈ ഹൈ ഫ്രീക്വൻസിയിലേക്കും ഹൈ വോൾട്ടേജിലേക്കൊക്കെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ലോസ് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ LED ആണെന്നുണ്ടെങ്കിൽ കഥയാകെ മാറുകയാണ്. അവിടെ വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല, വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ മതി.
അതുകൊണ്ട് തന്നെ അവിടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് എന്താ പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവിടെ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. അതുതന്നെയല്ല LED എന്ന് പറയുന്നത് വളരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാട്ടിൽ ഇത്ര ലൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ 80 തൊട്ട് 110 വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞ വാട്ടേജിൽ കൂടുതൽ പ്രകാശം അവിടെ ലഭ്യമാകും. അതുപോലെ തന്നെ ഡ്രൈവർ ബോർഡിൽ നമുക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് വേണമെന്നില്ല. മറ്റേടത്ത് നമുക്ക് ഓസിലേറ്ററും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇവിടെ ഓസിലേറ്റർ വേണം, പക്ഷേ അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ബൾബോ അല്ലെങ്കിൽ CFL ട്യൂബ് ലൈറ്റോ ആണെങ്കിൽ നിലത്ത് വീണാൽ പിന്നെ നമുക്ക് തൂത്തുവാരി എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. പക്ഷേ LED എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺബ്രേക്കബിൾ ആണ്. അതുപോലെ തന്നെ ലൈഫ് വളരെ കൂടുതലാണ്. സാധാരണ ഫിലമെന്റ് ലാമ്പാണെങ്കിലും ഫ്ലോറസെന്റ് ലാമ്പാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്തെ ഫിലമെന്റ്സ് ബ്രേക്ക് ആയി പോകും. പക്ഷേ നമ്മൾ LED ആണെങ്കിൽ ലൈഫ് ഒത്തിരി ഒരു 4-5 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള ഫെയ്ഡിങ് വരത്തുള്ളൂ. ചിലപ്പോൾ ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന LED ഒക്കെ ഒട്ടുമിക്കതിനകത്തും 1-2 LED ഒക്കെ പോയി കഴിയുമ്പോൾ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതും ഒരു സൈഡ് കറുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തൊക്കെ തന്നെ ആയാലും സാധാരണ ബൾബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈഫ് വളരെ കൂടുതലാണ്. പെർ ഇയർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പൈസ വളരെ കൂടുതലാണ് ഒരു LED ബൾബ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ സംഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് LEDകളെ മാത്രം അങ്ങ് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒരു ആൻസർ. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളുടെ അനുഭവം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് LED-യും ഒരു സാധാരണ ഒരു മെറ്റൽ ഹാലൈഡ് ലാമ്പാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ രാത്രി ഓടിച്ചുകൊണ്ട് പോവുക. നിങ്ങളൊന്ന് മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റോഡിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ റോഡിലുള്ള സൈൻ ബോർഡുകൾ, ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുൾ കളറിൽ കാണാൻ പറ്റുന്ന സാധാരണ ഒരു ഹാലജൻ ബൾബിനാണോ LED-ക്കാണോ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ ഈ LED യൂസ് ചെയ്ത് റോഡ് കാണുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ സാധാരണ ബൾബ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുതന്നെയാണ് LED-യുടെ ഏറ്റവും വലിയൊരു പോരായ്മയും. അതായത് നമ്മൾ ആ ഒരു കളർ റെൻഡറിങ് ഇൻഡെക്സ് CRI വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലോ കോസ്റ്റ് LED ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പുവറായിരിക്കും. ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലൂയിഷ് സ്പെക്ട്രത്തിലേക്കാണ് അത് കൂടുതൽ പോകുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ CRIയുടെ വാല്യൂ എന്ന് പറയുന്നത് 1-100 ഇടയ്ക്കാണ്. 100 എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയൽ ലൈറ്റ് സോഴ്സ്, നമ്മുടെ സൂര്യൻ്റെ CRI നോക്കുവാണെങ്കിൽ അത് 100-ന്. അപ്പോൾ നമ്മുടെ ഈ CRI വാല്യൂ സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ആ ഒരു നിറത്തെ നമുക്ക് എത്രമാത്രം നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. CRI വാല്യൂ കൂടുന്നതനുസരിച്ച് ആ വസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള കളർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി CRI വാല്യൂ കുറയുവാണെന്നുണ്ടെങ്കിൽ ആ സ്പെക്ട്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫെയ്ഡായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ LED ബൾബിൻ്റെ സ്പെക്ട്രം ഒന്ന് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാ കളറും ഈക്വലായിട്ടായിരിക്കത്തില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അതായത് ബ്ലൂവിനായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് വരുന്നത്, ബാക്കിയെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മളൊരു സാധാരണ ബൾബ് നോക്കുവാണെങ്കിൽ അതൊരു ഫുൾ സ്പെക്ട്രം ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ എല്ലാ വേവ് ലെങ്തിലുള്ള ലൈറ്റും ഒരേപോലെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് എല്ലാ കളറിനെ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇന്നും നമ്മൾ ഈ ഓട്ടോമൊബൈലിൽ കംപ്ലീറ്റ് അങ്ങ് LED-യിലേക്ക് മാറാത്തതും. അതുപോലെ സ്റ്റുഡിയോ ആപ്ലിക്കേഷനകത്തും പ്രത്യേകിച്ച് വളരെ എന്താ പറയുക കണിശമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്നും ഈ പറയുന്ന ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് വെച്ചിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള ലൈറ്റും സെറ്റപ്പൊക്കെയാണ്. നമുക്ക് എന്താ പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യലി ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഒരു ഫോട്ടോഗ്രാഫാണെന്ന് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കളർ റെൻഡറിങ് ഇൻഡെക്സ് കൂടിയ LED തന്നെയാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ അറിയാലോ, നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ അത്ര വേറെ ഒന്നും വരത്തില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു പരീക്ഷണം കൂടെ ചെയ്ത് നോക്കാം. പണ്ടത്തെ ടോർച്ചിൻ്റെ ബൾബ് കിട്ടുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതൊരു ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ആക്കുക. എന്നിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വായിക്കുക. ഒരു 10 മിനിറ്റ് വായിക്കുക. ഇതേ കാര്യം തന്നെ ഒരു 1 വാട്ട് LED വെച്ച് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആ 1 വാട്ട് LED ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അധികം നേരം പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ മടുക്കും. എന്നാൽ പഴയ ആ ടൈപ്പ് ഫിലമെന്റ് ലാമ്പാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ ഓരോ ഫിഗറും കാര്യങ്ങളും നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് അധികം കണ്ണിനധികം ക്ഷീണവും വരത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന LED അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ കളർ റെൻഡറിങ് ഇൻഡെക്സ് വളരെയധികം കൂടിയിട്ടുള്ള ഒരു ന്യൂട്രൽ വൈറ്റ് ആയിട്ടുള്ള LEDകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിന് വളരെ വിലപിടിപ്പുണ്ട്. അതുതന്നെയല്ല, അതിനകത്തെ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ആ വരുന്ന വിസിബിൾ സ്പെക്ട്രം അപ്രോക്സിമേറ്റ്ലി ഒരു ഫുൾ സ്പെക്ട്രം ലൈറ്റിങ്ങിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് ഒരു സാധനം എടുക്കുക, ഒന്നും വേണ്ട, ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരു തുണി മേടിക്കുക. അത് നിങ്ങൾ അവിടെ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ സാധാരണ ലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു പോകും. അതിൻ്റെ പ്രധാന റീസണും ഈ പറഞ്ഞ കളർ റെൻഡറിങ് ഇൻഡെക്സ് ആണ്. ഇനി നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം. അതാണ് കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഞാൻ കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചിലവർക്കത് മനസ്സിലാവണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ
മഞ്ഞ കളറുള്ള ബൾബ് വേണോ, വെള്ള കളറുള്ള ബൾബ് വേണോ, വാം വൈറ്റ് വേണോ, കൂൾ വൈറ്റ് വേണോ, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാം. അപ്പോൾ ഈ കളർ ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് കെൽവിൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബൾബൊക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും 2700 കെൽവിൻ ഉണ്ട്, 6500 കെൽവിൻ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം 6500 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൂൾ വൈറ്റ് ആണ്, ഇനിയും 2700 എന്ന് പറയുമ്പോൾ അത് വാം വൈറ്റ് ആണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാറ്റഗറി വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഒരു വസ്തു ചൂടാക്കുക എന്ന് സങ്കല്പിക്കുക, പ്രത്യേകിച്ച് ഒരു ലോഹം, ഒരു ഇരുമ്പ് എടുത്ത് നമ്മൾ ചൂടാക്കുന്നു. അത് ഏകദേശം ഒരു 800 കെൽവിൻ എത്തുമ്പോഴേക്കും, അതായത് നമ്മൾ സിമ്പിളായിട്ടുള്ള ആ ഒരു രീതി കണക്ട് ചെയ്ത് പറയാം, ഏകദേശം 800 കെൽവിൻ ആകുമ്പോഴേക്കും അതൊരു ഫെയിൻറ്റ് റെഡ് ആയിട്ടുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇൻഫ്രാറെഡ് കഴിഞ്ഞിട്ടുള്ള റെഡ്, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റെഡ് എമിറ്റ് ചെയ്യും. ഇനി നമ്മൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുവാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ പതുക്കെ റെഡിൽ നിന്ന് ഓറഞ്ചിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ചുട്ടു പഴുത്തു. ഇനിയും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ, അതായത് നമ്മുടെ കെൽവിൻ സ്കെയിൽ നോക്കുവാണെങ്കിൽ ഒരു 1800 കെൽവിൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു യെല്ലോയിഷ് കളറായിരിക്കും. വീണ്ടും നമ്മൾ കൂട്ടുവാണെങ്കിൽ 2700 കെൽവിൻ ആവുകയാണെങ്കിൽ ഒരു വാം വൈറ്റിലേക്ക് അത് മാറും. ഇനിയും നമ്മൾ കൂട്ടി ഒരു 4000 ഒക്കെ ആക്കുമ്പോഴേക്കും അത് ഒരു വൈറ്റ് ടോണിലേക്ക്, ഒരു ന്യൂട്രൽ വൈറ്റിലേക്കാവും. പിന്നെ നമ്മൾ കൂട്ടുവാണെങ്കിൽ ഒരു 6500 ഒക്കെ എത്തുവാണെങ്കിൽ നല്ല പഴുത്ത്, അത് വെളുത്ത് തുടുത്തിരിക്കും. അതായത് എന്താ പറയുന്നത്, ആ മഞ്ഞയിൽ നിന്ന് വെള്ളയിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്തിരിക്കും. ഇനിയും നമ്മൾ കൂട്ടുവാണെങ്കിൽ ലോഹം തിളയ്ക്കാൻ തുടങ്ങും. പിന്നെയും കൂട്ടി ഒരു 10000 ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറ്, ആ ഒരു ജ്വാലയുടെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്ലൂ ആയിട്ട് മാറും. ഇതാണ് കളർ ടെമ്പറേച്ചർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. ഇച്ചിരൂടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ, ഒരു മഞ്ഞ കളറായിരിക്കും, ടെമ്പറേച്ചർ വളരെ കുറവാണ്. എന്നാൽ ഇതേ കാര്യം തന്നെ ഒരു ഗ്യാസ് സ്റ്റവ് നിങ്ങൾ കത്തിക്കുവാണെങ്കിൽ ബ്ലൂ ഫ്ലെയിം ആയിരിക്കും, അതിന് ടെമ്പറേച്ചർ കൂടുതലാണ്. അത്ര ഓർത്താൽ മതി. അതായത് റെഡിൽ നിന്ന് മുന്നോട്ട് പോകും തോറും, അതായത് റെഡ്, യെല്ലോ, വൈറ്റ്, നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൂടി വരും. അതൊരു ബ്ലൂയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചർ ആയെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സ്കെയിലിൽ നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിൽ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മളൊരു മെഴുകുതിരി കത്തിക്കുവാണെങ്കിൽ ഏകദേശം 1800 കെൽവിൻ ആയിരിക്കും അതിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ 2700 കെൽവിൻ ആയിരിക്കും. അപ്പോൾ ഈ 2700, 3000 റേഞ്ചുള്ള ഈ വാം വൈറ്റിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ നമുക്ക് പൊതുവെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു മൂഡായിരിക്കും വാം വൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാം വൈറ്റ് നമ്മുടെ റൂമിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ വലിയ ജോലി തിരക്കിൽ നിന്ന് സ്ട്രെസ്സിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു മൂഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാം വൈറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺസിനെ എന്താ പറയുക, സിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വാം വൈറ്റിനുണ്ട്. ഇനി നമ്മൾ കൂൾ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഏകദേശം ഒരു 6500 കെൽവിൻ്റെ റേഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അലേർട്ട്നെസ് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ നേരം നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഈ പറയുന്ന കൂൾ വൈറ്റ് സഹായിക്കും. അതുകൊണ്ടാണ് കിടക്കാൻ നേരത്ത് കൂൾ വൈറ്റ് ഇട്ട് നമ്മൾ ഈ പറയുന്ന ഫോണിൽ തോണ്ടിക്കളിക്കരുതെന്ന് പറയുന്നത്. കാരണം അലേർട്ടായിരിക്കും നമ്മുടെ ബ്രെയിന്. അപ്പോൾ അലേർട്ടാകുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള ഒരു മൂഡ് അവിടെ കുറഞ്ഞു പോകും. ഇനി നമ്മുടെ ഈ കളർ ടെമ്പറേച്ചർ റേഞ്ചും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കുറച്ച് ചെറിയ ടിപ്പുകളും അതിനകത്തുണ്ട്. അതായത് 1800 തുടങ്ങി 2700 കെൽവിനുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള വാം വൈറ്റ് നോക്കുവാണെങ്കിൽ അത് നമുക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിലുള്ള വാം വൈറ്റാണ്. അതായത് എന്താ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂഡോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്കൊരു നൊസ്റ്റാൾജിക്ക് തരുന്ന ഒരു മൂഡാണ് ആ ഒരു ലൈറ്റിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നോക്കുവാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു സ്പെക്ട്രമാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു കണക്ഷൻ വേണ്ടി ഈ പറയുന്ന ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ 2700 തുടങ്ങി 3000 കെൽവിൻ വരെയുള്ള ആ ഒരു കളർ ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ അതിന് നമുക്ക് സാധാരണ നോർമൽ വാം വൈറ്റ് ലൈറ്റ് എന്ന് പറയാം. അത് ഏറ്റവും നല്ലത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന മുറികൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വാം വൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ നേരം നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ശാന്തമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ കഥ എഴുതുന്ന ആൾക്കാർ, കവിത എഴുതുന്ന ആൾക്കാർ, അതുപോലെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട വർക്കുകളൊക്കെ ചെയ്യേണ്ടവർ, ഇതൊക്കെ അവരൊക്കെ തീർച്ചയായിട്ടും വാം വൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ഇതിനകത്തൊക്കെ ആണെങ്കിലും വാം വൈറ്റ് തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് അവിടെ ഹൈ എനർജി അലേർട്ടായിട്ട് എപ്പോഴും നമുക്ക് 100 നിൽക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലെ ഏരിയയിൽ ഇത് എവിടെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവായിട്ട് ടേബിൾ ലാമ്പിൽ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് പ്രാർത്ഥന നടത്തുന്ന റൂമുകൾ, അവിടെയൊക്കെ വാം വൈറ്റ് ആണ് കൂടുതലും നല്ലത്. പിന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലത്ത് വാം വൈറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് എന്താ പറയുന്നത് നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വാം വൈറ്റിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംബിയൻസും ആ ഫുഡിൻ്റെ ആ കളറ് അതേപോലെ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക, അത് കാണുമ്പോൾ
കാണുമ്പോൾ ഉള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇതേ രീതിയിലുള്ള വാം വൈറ്റ് രീതിയിലുള്ള ഫിലമെൻറ്റ് ബൾബുകൾ, ഫിലമെൻറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി LED തന്നെയാണ്, അതിൻ്റെ മറ്റൊരു ഫാൻസി ഫോമാണ്. അതൊക്കെ നമ്മളൊരു ക്ലാസിക് ലുക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ ഉപയോഗപ്പെടുത്തിയാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ വാം വൈറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വാം വൈറ്റിൽ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ആ ഫുഡിന് നമ്മൾ കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും, നമുക്ക് നല്ല രീതിയിൽ അത് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലത്തും വാം വൈറ്റ് ഇട്ട് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ് ആ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്ന ടേബിൾ ലാമ്പിൽ, അതുപോലെ തന്നെ പ്രാർത്ഥനാ മുറികളിൽ, യോഗ ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഈ പറയുന്ന വാം വൈറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു സംശയം വേണ്ട, വാം വൈറ്റ് തന്നെയാണ് ബെസ്റ്റ്. ഇനി നമ്മൾ ഔട്ട്ഡോർ എടുക്കുകയാണെങ്കിൽ വീടിന് പുറത്തുള്ള ഗാർഡൻ, അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്രൊജക്ഷൻ ലൈറ്റുകൾ, ഇതിനകത്തൊക്കെ വാം വൈറ്റ് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചൊരു ആഡംബര ലുക്ക് അവിടെ നമുക്ക് ഫീൽ ചെയ്യും, കുറച്ച് ഒരു റോയൽറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ ഉള്ള സ്ഥലങ്ങൾ, മ്യൂസിയങ്ങൾ, ആർട്ട് ഗ്യാലറികൾ, ഇവിടെയൊക്കെ വാം വൈറ്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. ആ ഒരു പഴമയെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വാം വൈറ്റ് ഏറ്റവും നല്ലതാണ്. ഇനി 4000 തുടങ്ങി 4500 കെൽവിൻ ഉള്ളതിനാണ് നമ്മൾ ന്യൂട്രൽ വൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വാം വൈറ്റിൻ്റെയും കൂൾ വൈറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഹൈ ബ്രൈറ്റായിട്ട് ലൈറ്റിംഗ് ഏരിയ വേണ്ട സ്ഥലങ്ങൾ, ഉദാഹരണം പറഞ്ഞ ഒരു ലിവിങ് റൂം, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഇവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ന്യൂട്രലായിട്ടുള്ള വൈറ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ റേഞ്ച് ആയിട്ടുള്ള 5000 തുടങ്ങി 6700 കെൽവിൻ വരെയുള്ള കൂൾ വൈറ്റും യൂസ് ചെയ്യാം. രണ്ടും പ്രിഫറബിൾ ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ന്യൂട്രൽ വൈറ്റ് ആണ്. കൂൾ വൈറ്റ് എന്ന് പറയുമ്പോൾ അല്പം ബ്ലൂയിലേക്ക് അത് പോകുന്നുണ്ടോ എന്നുള്ള സംശയം ഇല്ലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൂൾ വൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ താന്നിട്ടുള്ള ആ ഒരു നോർമൽ ആയിട്ടുള്ള വൈറ്റാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പം നമ്മുടെ ഈ ഒരു നോർമൽ വൈറ്റ് അല്ലെങ്കിൽ കൂൾ വൈറ്റ് റേഞ്ച് വേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹൈ അലേർട്ട്നെസ് വേണ്ട സ്ഥലങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ, പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഏരിയ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കൺവെയർ ബെൽറ്റുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ്, അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക ഹൈ അലേർട്ട്നെസ്സും പ്രിസിഷനും ആവശ്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന നമുക്കറിയാം ഹോസ്പിറ്റൽസ്, അവിടെ നോക്കിക്കഴിയുവാണെങ്കിൽ മിക്കവരും ഈ പറയുന്ന എന്തായിരിക്കും കൂൾ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എമർജൻസി വേണ്ട സ്ഥലങ്ങളും അവിടെയൊക്കെ നമ്മൾ കൂൾ വൈറ്റ് ആണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നല്ല ബ്രൈറ്റ്നസ് വേണം, എപ്പോഴും അലേർട്ട്നെസ് ആയിരിക്കണം. നമ്മൾ ആ ചികിത്സിക്കുന്ന ആളും നേഴ്സും ഇവർക്കെല്ലാം എപ്പോഴും എന്ത് വേണം, ആ ഒരു രോഗിയുടെ ശരീരത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവിടെ നമുക്ക് കാമാഞ്ചി ക്വയറ്റായിട്ട് നിന്നിട്ട് കാര്യമില്ല, അവിടെ കൂടുതൽ അലേർട്ട്നെസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് വാം വൈറ്റിനെക്കാട്ടിലും കൂടുതൽ കൂൾ വൈറ്റ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. അതും ഹയർ കളർ ഇൻഡെക്സ് ഉള്ള ഹൈ CRI ഉള്ള LED-കളായിരിക്കും പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഫ്ലിക്കറിംഗ് ഉള്ളതോ അല്ലെങ്കിൽ ബ്ലൂ ടിഞ്ചുള്ള LED ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ നീർക്കെട്ടുകളോ കാര്യങ്ങളോ ഒന്നും അതിൽ വ്യക്തമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസിനെ പോലും നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി LED ആയിരിക്കും മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു പഴമ, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള വാം വൈറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഫ്രെയിമിന് പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. എന്നാൽ നല്ല ഹൈ അലേർട്ട്നെസ്, നല്ലൊരു സ്റ്റണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ആംബിയൻസ്, ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ എപ്പോഴും കൂൾ വൈറ്റ് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, അടുക്കളയിൽ വാം വൈറ്റ് ആണോ കൂൾ വൈറ്റ് ആണോ നല്ലത്? എൻ്റെ ഒരു പ്രിഫറൻസ് നോക്കുവാണെങ്കിൽ കൂൾ വൈറ്റ് ആണ് നല്ലത്. കാരണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അലേർട്ട്നെസ് ആയിരിക്കണം, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം. അപ്പം നല്ല ഒരു കളർ റെൻഡറിംഗ് ഇൻഡെക്സ് ഉള്ള നല്ലൊരു LED സിസ്റ്റമാണ് അവിടെ ആവശ്യം വരുന്നത്. ഇനി നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീലിംഗിൽ ഇതേ രീതിയിൽ കണക്ട് ചെയ്യാവുന്ന മൊഡ്യൂളുകൾ നമുക്ക് ലഭ്യമാണ്. വളരെ ഡിമ്മായിട്ടുള്ള ഒരു വാം വൈറ്റ് തന്നെയാണ് നല്ലത്. പലരും ബ്ലൂ LED 0 വോൾട്ടിന് പകരം യൂസ് ചെയ്യുന്നുണ്ട്. ഒട്ടും നല്ലത് തന്നെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബ്ലൂ എന്ന് പറയുന്നത് നമ്മളെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. ഒരു പച്ചയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞയാണെങ്കിലോ അത്ര പ്രശ്നം വരുന്നില്ല. ഏറ്റവും വളരെ ഡിമ്മായിട്ടുള്ള വാം വൈറ്റ് തന്നെയാണ് ഉറങ്ങാൻ ഏറ്റവും സുഖം. ഇനി നമ്മൾ ബാത്റൂം നോക്കുവാണെങ്കിൽ ബാത്റൂമിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് കൂൾ വൈറ്റ് തന്നെയാണ്. വാം വൈറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ നമ്മൾ അധികം നേരം റിലാക്സ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കൂൾ വൈറ്റ് തന്നെയാണ് നമുക്കൊരു ഫ്രഷ്നെസ്സിന് എപ്പോഴും നല്ലത് തന്നെ. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, തണുത്ത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ശൈത്യമുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വാം വൈറ്റാണ്. എന്നാൽ കുറച്ചുകൂടി ചൂടുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം കൂൾ വൈറ്റിനോടാണ്. എന്തുകൊണ്ടായിരിക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നത് LED ബൾബ് ഉപയോഗിച്ച് ഹൈ റേഞ്ചിൽ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ
കൂൾ വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള LED അധികം ദൂരം നമുക്ക് ആ പരിപ്പ് അവിടെ വേഗത്തില്ല, അധികം ദൂരം നമുക്ക് അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, മുന്നിലും ഫ്രണ്ടിലും നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട്. ആ മഞ്ഞിലേക്ക് ഈ പറയുന്ന ലൈറ്റും കത്തിച്ചു പോവുകയാണെങ്കിൽ അതങ്ങ് സ്പ്രെഡ് ചെയ്തു പോകും. എന്നാൽ അവിടെ ഒരു വാം വൈറ്റോ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറുള്ള ബൾബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് വിസിബിലിറ്റി കിട്ടും. അപ്പോൾ കൂടുതൽ ദൂരം വിസിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും വാം വൈറ്റ് തന്നെയാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഈ സോഡിയം വേപ്പർ ലാമ്പും അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു LED ബൾബ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, സോഡിയം വേപ്പർ ലാമ്പിന് ഈ കറക്റ്റായിട്ട് ഓരോ ഒബ്ജക്റ്റിൻ്റെ ഷാഡോസും കറക്റ്റായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ എത്തിച്ചു തരാനുള്ള ഒരു കഴിവ് ആ ഒരു നിറത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ റോഡിൽ ചെറിയൊരു പാമ്പഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്ന യെല്ലോ സ്പെക്ട്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഡാർക്കായിട്ട് എടുത്ത് കാണാൻ പറ്റും. അതിൻ്റെ ആ ഷാഡോസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഈ കൂൾ വൈറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ വാം വൈറ്റിന് ഓരോ ഒബ്ജക്റ്റിൻ്റെയും അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ലെവൽ കുറച്ച് നമുക്ക് കൂട്ടി കാണിച്ചു തരാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ആംബിയൻസിന് നൽകാൻ വാം വൈറ്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വാം വൈറ്റിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ചില ബൾബുകൾ, മാല ബൾബുകളൊക്കെ നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിമിങ്ങിനും മറ്റും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് റൂമിലിട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ LED വന്നതോടുകൂടി ധാരാളം ചോയ്സുകൾ നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻകാൻഡസെന്റ് ലാമ്പ് ഞങ്ങളുടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇന്നും നമ്മൾ ഈ പറയുന്ന കോഴി ഫാമിൽ മുട്ട വിരിയിക്കുന്ന ആപ്ലിക്കേഷനിലും അതുപോലെ ഈ ജീവികളൊക്കെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഫിലമെന്റ് ലാമ്പ് തന്നെയാണ്. കാരണം അതിന് മാത്രമേ ചൂടും കൂടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രം കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പ്ലാന്റുകൾ വളരുന്ന ചില ഏരിയകൾ നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻകാൻഡസെന്റിനെ പൂർണ്ണമായിട്ടും കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചില ആപ്ലിക്കേഷനകത്ത് അത് തീർച്ചയായിട്ടും അതിനെ റീപ്ലേസ് ചെയ്യാൻ LED സാധിച്ചിട്ടില്ല. അതാണ് ഒരു കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എത്ര വാട്ടേജിൻ്റെ LED ഞാൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിനും എത്ര പവറിലുള്ള LED ഞാൻ അവിടെ പ്ലേസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണിത്. ഇന്ന് നമുക്കറിയാം വൈഡ് റേഞ്ചിൽ വൈഡ് പവറിലുള്ള LED നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു റീഡിങ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ടേബിൾ ലാമ്പിൽ ഒരു ബൾബ് ഇട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3 വാട്ട് തുടങ്ങി 5 വാട്ട് വരെയുള്ള LED ധാരാളം മതി. നമ്മുടെ ഫിലമെന്റ് ലാമ്പാണെങ്കിൽ ഏകദേശം 25 വാട്ടിൻ്റെ അല്ലെങ്കിൽ പരമാവധി ഒരു 40 വാട്ടിൻ്റെ ഒരു ഫിലമെന്റ് ലാമ്പാണ് അവിടെ ആവശ്യം. ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു റൂമിലേക്ക്, അതായത് ഒരു ചെറിയ ഇടത്ത ഒരു മുറിക്കകത്ത് 7 തുടങ്ങി 14 വാട്ട് വരെയുള്ള LED നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒരു ലിവിങ് റൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏകദേശം 15 തുടങ്ങി 20 വാട്ട് വരെയുള്ള LED നമുക്കവിടെ കൂടുതലും സ്യൂട്ടബിൾ ആകുന്നത്. ഇനി ഔട്ട്ഡോറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പോർച്ചിലെ ലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വീടിൻ്റെ മുകളിൽ നിന്ന് വീട്ടിൻ്റെ താഴത്തെ ആ ഏരിയയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ആണെങ്കിൽ നമുക്ക് 20 തുടങ്ങി 40 വാട്ട്സ് വരെയുള്ള റേഞ്ചിലുള്ള ബൾബുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളെ ബാത്റൂം ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു 5-7 വാട്ടിൻ്റെ ഒക്കെ LED ധാരാളം മതിയായിരിക്കും. ഇനിയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വാം വൈറ്റ് ഇട്ടുകൊണ്ട് കൂൾ വൈറ്റ് സ്ക്രീൻ കാണരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ 2 കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് പാടുപെടും. അത് അധിക സമയം നമുക്ക് കണ്ണിന് നല്ലതല്ല. അപ്പോൾ ഏറ്റവും നല്ല ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ വാം വൈറ്റിലേക്ക് മാറ്റുക, എന്നിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റും വാം വൈറ്റ് ആക്കുക, അല്ലെങ്കിൽ 2 കൂൾ വൈറ്റ് ആക്കുക. രണ്ടും കൂടെ ഒരിക്കലും മിക്സ് ചെയ്തിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ LED പല ഷെയ്ഡിൽ പല വെറൈറ്റി നമുക്ക് ലഭ്യമാണ്. കൂടുതൽ മോഡൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ആപ്ലിക്കേഷന് സ്യൂട്ടായിട്ടുള്ളത് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറോടോ അല്ലെങ്കിൽ ലൈറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യുന്ന ഇലക്ട്രീഷ്യനോടോ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈറ്റ് ഇടുമ്പോഴുള്ള ഷാഡോ. അതായത് നമ്മൾ എഴുതുന്ന ഒരു ആപ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മൾ റൈറ്റിംഗ് പാഡിലൊക്കെ എഴുതുമ്പോൾ ഒരിക്കലും വലത്ത് നിന്ന് ഇടത്തേക്ക് ലൈറ്റിൻ്റെ ഷാഡോ അല്ലെങ്കിൽ ആ വരാത്ത രീതി വേണം ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഇടത് ഭാഗത്തായിട്ടായിരിക്കണം ലൈറ്റ് സോഴ്സ്. അപ്പോൾ നമുക്ക് ആ ഷാഡോ അങ്ങോട്ടായിരിക്കും പോകുന്നത്, നമുക്കധികം പ്രശ്നം വരത്തില്ല. ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തക്ക രീതിയിൽ ചെയ്യരുത്. കാരണം നമ്മൾ എഴുതുമ്പോൾ വലത്തുനിന്ന് ഇടത്തേക്ക് ഷാഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്താ പറയുക, ആകെപ്പാടെ ഒരു ബ്ലൈൻഡ്നെസ് അവിടെ ഫീൽ ചെയ്യും. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങളുടെ പ്രിഫറൻസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഒത്ത മധ്യത്തിൽ ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റൂമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ഈക്വലായിട്ട് ലൈറ്റിങ് കിട്ടും, അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും.
അപ്പം നമുക്ക് നേരെ നിൽക്കുമ്പോൾ ആ ഒരു ഷാഡോ എന്ന് പറയുന്നത് സെൻറ്ററിൽ എപ്പോഴും കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചിട്ട് വേണം റൂമിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റിനെക്കാട്ടും നല്ലത് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന ലൈറ്റ്. അതാകുമ്പോൾ എനർജി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം സീലിങ്ങിലൊക്കെ ആണെങ്കിൽ പ്രത്യേക രീതിയിലുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റിംഗ് ടെക്നോളജിയൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് റൂമിൽ ഈക്വലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പല ഷെയ്ഡിലുള്ള ഷാൻഡ്ലിയർ ലൈറ്റുകളുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ വാം വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ LED ടെക്നോളജി വന്നതോടുകൂടി ലൈറ്റിങ് വളരെയധികം വിപ്ലവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം നമ്മൾ കാണുന്നുണ്ട് സ്മാർട്ട് ബൾബുകൾ. നമ്മുടെ ഫോണിൽ തന്നെ കളർ ടെമ്പറേച്ചറും ലൈറ്റിൻ്റെ ഹ്യൂവും സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലാമ്പ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇന്ന സമയത്ത് കത്തണം, ഇന്ന സമയത്ത് ഓഫ് ആകണം, ഇനി ഇന്ന സമയത്ത് വാം വൈറ്റ് ആക്കണം, ഇന്ന സമയത്ത് കൂൾ വൈറ്റ് ആക്കണം. ഇതെല്ലാം നമുക്കിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെയുള്ള ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ പേഴ്സണൽ പ്രിഫറൻസും കാര്യങ്ങളും അനുസരിച്ച് അത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി നമ്മൾ ഔട്ട്ഡോർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഇതുപോലത്തെ ഡിസൈനുള്ള LED ബൾബുകൾ, പ്രത്യേക ലെൻസുകളുള്ളത്, പല തരത്തിലുള്ള ബീമുകളുള്ളത്, ലേസർ എന്ന് വേണ്ട ഒത്തിരി ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് പുതിയ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നല്ലൊരു അവയർനെസ് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തോളൂ. ഓരോ ലൈക്കും എനിക്ക് തരുന്ന നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വളരെ നല്ല പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. സമയം കിട്ടുമ്പോൾ ചാനലിലെ ഹോം പേജ് ഒക്കെ ഒന്ന് ബ്രൗസ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.